ഇന്ന് നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് പഠിക്കാനുള്ളത്. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇന്നലെ നമ്മൾ ഫ്രാക്ഷൻസിലെ മൂന്നായിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ. ഇന്ന് നമുക്ക് ഫ്രാക്ഷൻ വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പോവുകയാണ്. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും. ലൈക്ക് ഫ്രാക്ഷൻസ്, അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാൻ പോകും. എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററുകൾ സെയിമായ രണ്ട് ഫ്രാക്ഷൻസിനെ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് 3/8, 5/8, 7/8. ഈ ഫ്രാക്ഷൻസ് ഒക്കെ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. കാരണം അതിൻ്റെ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ 8 ആണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഒക്കെ എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. എന്നാൽ വേറൊരു സെറ്റ് ഫ്രാക്ഷൻ നമുക്ക് നോക്കാം. 2/3, 5/8, 7/9. ഈ ഫ്രാക്ഷൻസിന്റെ കാര്യം ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവയെ നമുക്ക് എന്തെന്ന് പറയാം? അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നും പറയാം. ഇനി എങ്ങനെ നമുക്ക് ഈ ലൈക്ക് ഫ്രാക്ഷൻസും അതുപോലെ തന്നെ അൺലൈക്ക് ഫ്രാക്ഷൻസും ഒക്കെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻസ്. (1/8 + 3/8). ഇത് രണ്ടും എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഇതിന് രണ്ടിനെയും എങ്ങനെ ആഡ് ചെയ്യാം? വളരെ എളുപ്പമാണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മിന്റെയും ഡിനോമിനേറ്റർ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ എന്താണോ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് തന്നിട്ടുള്ളത് അത് തന്നെ ആയിരിക്കും അതിന്റെ സമ്മിന്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഡിനോമിനേറ്റർ 8 തന്നെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് ന്യൂമറേറ്റർ 1 + 3. ഇപ്പം എന്ത് വരും? 1 + 3/8 എന്ന് കിട്ടും. അതായത് 1 + 3 4/8 കിട്ടും. ഇങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടെ നോക്കാം. 2/13 + 6/13. ഒന്നുകൂടെ ആയിക്കോട്ടെ. +1/13. ഇത് എങ്ങനെ ആഡ് ചെയ്യാം? ഡിനോമിനേറ്റർ എത്രയാണ്? 13 ആണ്. എന്നിട്ട് സിമ്പിൾ ആയിട്ട് അതിന്റെ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 2 + 6 + 1 എത്ര കിട്ടും? 2 + 6 8, 8 + 1 9/13 എന്ന് കിട്ടും. ഇത് 9/13. ഇങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുക. രണ്ട് ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾ ഒരു വർക്കായിട്ട് ചെയ്യാം. Second one. ഇത് രണ്ടും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ 15/23 + 12/23. സെക്കൻഡ് വൺ 1/9 + 2/9 + 4/9. ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. സബ്സ്ട്രാക്ഷനും ഇനി നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസിന്റെ സബ്സ്ട്രാക്ഷൻ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് 5/13
മൈനസ് 4/13. എങ്ങനെ ചെയ്യാം? ഇതേപോലെ തന്നെ ചെയ്യാം. രണ്ടും ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ 13 ആണ്. അപ്പോൾ അതിന്റെ ആൻസറിന്റെയും ഡിനോമിനേറ്റർ എന്തായിരിക്കും? 13 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഏതൊക്കെ ന്യൂമറേറ്റേഴ്സ് എന്താണ്? ന്യൂമറേറ്റേഴ്സ് നേരത്തെ നമ്മൾ ആഡ് ചിഹ്നം കൊടുത്തതിന് പകരം എന്ത്? സബ്സ്ട്രാക്ഷന്റെ ചിഹ്നം കൊടുക്കുക. 5 - 4. 5 - 4 / 13 കിട്ടും. 5 - 4 എത്രയാണ്? 1/13. മനസ്സിലായല്ലോ? അപ്പോൾ അത് എഴുതിയെടുക്കുക. വീണ്ടും 2 വർക്ക് നിങ്ങൾക്ക് തരാം, ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്നും അത് എങ്ങനെ ചെയ്യാമെന്നും അടുത്തായിട്ട് നമുക്ക് നോക്കാം. അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു. 3/4 + 1/3. ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ 4ഉം രണ്ടാമത്തെ 3ഉം ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വന്നിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. എങ്ങനെയാണ് ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക? ഇതിന് ഈക്വലന്റ് വാല്യൂ ആയ ആദ്യത്തെ ഫ്രാക്ഷൻ ഏതാണ്? 3/4. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ എടുക്കുന്നു. 1/3ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എടുക്കുന്നു. അതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആകത്തക്ക നിലയിൽ എങ്ങനെ നമുക്ക് ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കി ഈ അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ഈക്വലന്റ് ആയിട്ടുള്ള ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റാമെന്ന് നോക്കാം. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 4ഉം 3ഉമാണ്. 4ന്റെയും 4, 3. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കാണണം. എങ്ങനെയാണ് 4ന്റെയും 3ന്റെയും LCM കാണുക? 4നെയും 3നെയും പൊതുവായിട്ട് ഏതെങ്കിലും സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോ കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ LCM എന്ന് പറയുന്നത് 2ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എന്താണോ അതായിരിക്കും അതിന്റെ LCM എന്ന് പറയുന്നത്. അപ്പം LCM ഓഫ് 4 and 3 ഈസ് 4 × 3 ആയിരിക്കും. 4 × 3 എത്രയാണ്? 12. അപ്പോൾ ഡിനോമിനേറ്റേഴ്സിന്റെ LCM എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഈ 3/4ന് ഈക്വലന്റ് ആയിട്ട് ഉള്ളതും 12 ഡിനോമിനേറ്റർ ആയിട്ടുള്ളതുമായ സംഖ്യ ഏത് നമുക്ക് നോക്കണം. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ എത്ര ആക്കണം? നമ്മൾ 12 ആക്കണം. 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും, അല്ലെ? അപ്പൊ LCM 12 ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള, ഇതിന് തുല്യമായിട്ടുള്ള അതും ഡിനോമിനേറ്റർ 12 ആയിട്ടുള്ളതുമായിട്ടുള്ള സംഖ്യ ഏതെന്ന് നമുക്ക് നോക്കണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകും? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകും. 4 × 3 = 12. അപ്പോ നമ്മൾ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 3യെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? നോക്കാം. ഇതിങ്ങനെ എഴുതുമ്പോ നമ്മൾ ഈ 3യും 3യും വെട്ടിയാൽ എന്ത് കിട്ടും? 3/4 തന്നെ കിട്ടും. ഇതിന്റെ ഈ 3യും 3യും വെട്ടിപ്പോയാൽ ബാക്കി എന്ത് കിട്ടും? 3/4 തന്നെ കിട്ടും. പക്ഷെ അത് വെട്ടുകയല്ല നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 എത്രയാണ്? 9/4 × 3 12. മനസ്സിലായോ? LCM 12 ആണ്. ആ 12 ഡിനോമിനേറ്റർ നമ്മൾ 12 ആക്കുക. 12 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
ഈ 4നെ എന്ത് ചെയ്യണം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 3 × 3 എത്രയാണ് 9. മനസ്സിലായി കാരണം അപ്പൊ 3/4 ഈക്വലന്റ് ആണ് ഇത് 9/12 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി 1/3 ഈക്വലന്റ് നമ്മൾ കണ്ടെത്തുക. 1/3 ഈക്വലന്റ് കണ്ടെത്തുക. എന്താ ഈക്വലന്റ് എങ്ങനെ കണ്ടെത്തണം 12 ആക്കണം. ഈ 3 എത്ര മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 12 കിട്ടും. 3 × 4 ആണ് 12 അല്ലെ. 3 × 4 ആണ് 12. അപ്പൊ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 അല്ലേ. 1 × 4 4/12 എന്ന് കിട്ടും. അപ്പോൾ 1/3 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ് 4/12 തുല്യമാണ്. ഇനിയിപ്പോ ഇത് ഈ 3/4 + 1/3 എന്ന് പറയുന്നത് ഏതിന് ഈക്വലന്റ് ആണ് 9/12 + 4/12 ഈക്വലന്റ് ആണ്. അപ്പൊ 3/4 + 1/3 ഈക്വൽസ് എന്ത് എഴുതാം 3/4 എന്ന് പറഞ്ഞാൽ ഏത് തുല്യം 9/12 തുല്യമാണ്. പ്ലസ് 1/3 ഏതിന് തുല്യമാണ് 4/12 തുല്യമാണ്. അപ്പോൾ എന്തായി ഇപ്പൊ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി അല്ലെ. ഇവിടെ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആയിരുന്നു, അതിന് തുല്യമായ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. അത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ എങ്ങനെ ആഡ് ചെയ്യുക കോമൺ ആയിട്ട് 12 കിട്ടി അല്ലെ. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എത്രയാണ് 12 ആണ്. അത് എവിടെ എഴുതി എന്ത് ചെയ്യാൻ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 4 + 9 എത്രയാണ് 13/12. മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് അൺലൈക്ക് ഫ്രാക്ഷൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു രീതി. എന്താണ് അപ്പൊ രീതി അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ഈക്വലന്റ് ആയിട്ടുള്ള ലൈക്ക് ഫ്രാക്ഷൻസിനെ കണ്ടെത്തുക എന്നിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി പറ്റി. ഇതേപോലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് എഴുതാം. 3/7 + 1/4 ഇത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം ആദ്യം നമ്മൾ 3/4ന്റെ LCM കാണാം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിന്റെ LCM കാണുക. ഡിനോമിനേറ്ററിന്റെ LCM കാണാം 7 4. ഇതിനെ കോമൺ ആയിട്ട് എവിടെ ചെയ്യാൻ പറ്റുമോ ഇല്ല. അതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ LCM എന്ന് പറയുന്നത് 7 × 4 ആയിരിക്കും. 7 × 4 എത്രയാണ് 28 ആണ്. 28 ആണ്. അപ്പൊ 3/7 എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് എത്ര ആക്കണം 28 ആക്കണം. 7 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും 4 അല്ലെ. 7 × 4 = 28. അപ്പൊ 7 × 4 = 28. അപ്പൊ എന്ത് ചെയ്യണം ന്യൂമറേറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ എത്രയാണ് 3 ആണ്. 3 × 4 ഈക്വൽസ് അല്ലേ. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 × 4 = 12 / 7 × 4 28. ഓക്കെ. ഇനി എന്ത് ചെയ്യാം അതേപോലെ തന്നെ 1/4നെയും നമ്മൾ ഈക്വലന്റ് ആയിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ളതും ഡിനോമിനേറ്റർ 28 ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലൈക്ക് ഫ്രാക്ഷൻ കണ്ടെത്തുക. അപ്പൊ എന്ത് ചെയ്യണം 1/4 അപ്പൊ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും 7. 4 × 7 = 28. ദെൻ അതുപോലെ തന്നെ 1 × 7 ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക 7 കൊണ്ട് തന്നെ. അപ്പോൾ ഇത് കിട്ടും 1 × 7 7/28. ഇനി എന്ത് ചെയ്യണം ഇനി ചെയ്യുക 3/7 + 1/4 ഈക്വൽസ് 3/7 ഈക്വൽ ഏതാണ് 12. 12/28 + 7/28 ഈക്വൽസ് 28 കോമൺ ഡിനോമിനേറ്റർ അപ്പോൾ 12 + 7 അപ്പോൾ 12 + 7 19/28. മനസ്സിലായല്ലോ അല്ലേ. ഇനി ഞാൻ വേറൊരു പ്രോബ്ലം 1/4 + 5/6 ഇതും അതേപോലെ ചെയ്യാം.
എന്ത് ചെയ്യണം? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, ലൈക്ക് ഫ്രാക്ഷൻസ് ആകാം. അപ്പൊ എന്ത് ചെയ്യണം? 4ന്റെയും 6ന്റെയും LCM കാണണം. 4ന്റെയും 6ന്റെയും LCM കാണണം. എങ്ങനെയാണ് 4ന്റെയും 6ന്റെയും LCM കാണുക? 6നെയും 4നെയും 6നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര കൊണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 6നെ 3. ഇനി 2നെയും 3നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തുക. എന്നിട്ട് ഔട്ട്സൈഡ് കിടക്കുന്ന ഈ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ LCM എത്രയായിരിക്കും? ഈക്വൽസ് ഔട്ട്സൈഡ് കിടക്കുന്നതൊക്കെയാണ് ഇവിടെ 2 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് ഇൻറ്റു 3. അപ്പൊ 2 × 2 4, 4 3 12. LCM 12 കിട്ടും. നമ്മള് നേരത്തെ ചെയ്തതനുസരിച്ച് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളായിരുന്നു നേരത്തെ ചെയ്തത്. ഇത് കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ്. 4 6 ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? 2 ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. നമുക്ക് അതുകൊണ്ട് 2 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെ LCM എത്രയാണ്? 12 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 1/4. ഇവിടെ 4 ആണ് ഡിനോമിനേറ്റർ, ഇവിടെ 6 ആണ്. അപ്പൊ ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. എത്രയാക്കുക? 12 ആക്കുക. ഡിനോമിനേറ്റേഴ്സ് എന്താക്കുക? 12 ആക്കുക. അപ്പൊ 1/4ന് ഈക്വലന്റ് ആയിട്ടുള്ളതും LCM ആയിട്ടുള്ള ആ 12 ഇതിന്റെ ഡിനോമിനേറ്റർ വരുന്ന നിലയ്ക്ക് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 4 ഇൻറ്റു എത്രയാണ് 12? 4 × 3 ആണ് 12 അല്ലെ? 4 × 3 ആണ് 12. അപ്പോ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3. Then 1 × 3 is 3 divided by 4 × 3 12 എന്ന് കിട്ടും. ഇതിൽ 1/4 ഈക്വൽ ആയിട്ട് എത്ര കിട്ടി? 3/12 നമുക്ക് കിട്ടി. അതേപോലെ ഇനി 5/6നെ ചെയ്യാം. 5/6. 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുക. 6 × 2 ആണ് 12. അപ്പോ ഇവിടെ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 2. What is 5 × 2? Is 10/12. മനസ്സിലായോ? ശരി. ഇനി നമ്മൾ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എന്താണ്? 1/4 പ്ലസ് 5/6 ഈക്വൽസ് 1/4 എന്താണ്? 1/4 ഈക്വൽ എന്താണ്? 3/12. 3/12 പ്ലസ് 10/12 ഈക്വൽസ് എന്ത് വരും? 3 plus 10 divided by 12 equals 13/12. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 1/4 പ്ലസ് 5/6 എന്നുള്ള ആൻസർ എത്ര കിട്ടി? 13/12 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് സബ്സ്ട്രാക്ഷനും ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സബ്സ്ട്രാക്ഷനും ചെയ്യാം. അൺലൈക്ക് ഫ്രാക്ഷൻസിന്റെ സബ്സ്ട്രാക്ഷനും സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ അഡീഷൻ ആണ് ചെയ്തത്, ഇനി സബ്സ്ട്രാക്ഷൻ. Three by 4 minus 3/5 minus 1/4. എന്ത് ചെയ്യണം? 5ന്റെയും 4ന്റെയും LCM കാണണം. 5ന്റെയും 4ന്റെയും LCM കോമൺ ആയിട്ട് നമുക്ക് ഏതെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? LCM എത്ര ആയിരിക്കും? 5 × 4 ആയിരിക്കും. 5 × 4 എത്രയാണ്? 20 ആണ്. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ നമ്മൾ ആ 20 ആക്കുക. അപ്പൊ ഡിനോമിനേറ്റർ 20 ആക്കാൻ 3/5നെ ഡിനോമിനേറ്റർ 20 ആയിട്ടുള്ള ഈക്വലിന്റെ ഏതാണ്? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 ആകും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 ആകും. അപ്പൊ എന്ത് ചെയ്യണം? 3യെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 × 4 12 divided by 5 × 4 20. അതേപോലെ 1/4 എന്ത് വരും? 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. അപ്പൊ 1നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 × 5 5 divided by 4 × 5 20. ഇനി എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. 3/5 minus 1/4 equals
v/5 ഈക്വൽ ഏതാണ് 12/20 മൈനസ് 1/4 ഈക്വൽ 5/20 ഈക്വൽസ് എന്ത്? അപ്പോൾ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ലൈക്ക് ഫ്രാക്ഷൻസ് എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യും. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും, 20 തന്നെ ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. 12 മൈനസ് 5 ഈസ് 7/20. ഇതാണ് എന്ത്? അൺലൈക്ക് ഫ്രാക്ഷൻസിന്റെ സബ്സ്ട്രാക്ഷന്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പഠിക്കാം. നിങ്ങൾക്ക് അൺലൈക്ക് ഫ്രാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രോബ്ലം തരാം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ 4 പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. 4 നിങ്ങൾ ചെയ്ത് നോക്കുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം.